ദൈവനാമമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്ത് വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോബിന്റെ പുസ്തകം 38-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക, ഞാൻ നിന്നോട് ചോദിക്കും, എന്നോട് ഉത്തരം പറക. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല തിരുവെഴുത്താണ്. നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക, ഞാൻ നിന്നോട് ചോദിക്കും, അല്ലെങ്കിൽ എന്നോട് ഉത്തരം പറയുക. പ്രൈസലോ. നമുക്കറിയാം, യോബിന്റെ പുസ്തകം എന്ന് പറയുന്നത് വേദപുസ്തകം അതിപ്രധാനമായ പുസ്തകമാണ്. ജീവിതത്തിൽ ഓരോ വ്യക്തികളും കഷ്ടതയിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നാം വല്ലപ്പോഴും ആണെങ്കിലും ഈ ജോബിന്റെ പുസ്തകം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. കാരണം ജോബ് കടന്നുപോയ കഷ്ടതയെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തോട് ചേരാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ യോബിന്റെ ഹല്ലേലൂയ ശക്തമായ ചില ഇടപെടലുകളും തന്റെ ചില വാക്കുകളും സംസാരങ്ങളും അപ്പോൾ തന്നെ തന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പലപ്പോഴും ഉണ്ടാകുന്ന ചില അജ്ഞതയും ഹല്ലേലൂയ തന്റെ സ്നേഹിതന്മാരുടെ വാക്കുകളും തന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തലുകളും അപ്പോൾ തന്നെ എന്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന വേദനകളും എല്ലാം ഓർക്കുമ്പോൾ യോബ് പലപ്പോഴും തന്റെ ജന്മദിവസത്തെ പോലും ശപിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പ്രൈസലോ. ഇവിടെ കാണുന്ന അല്ലയ്യ സ്വതം, ഞാൻ നിന്നോട് ചോദിക്കും. കർത്താവ് പറയാൻ, ഞാൻ നിന്നോട് ചോദിക്കും. യോബിന്റെ പുസ്തകം ചോദ്യങ്ങൾ നിറഞ്ഞൊരു പുസ്തകമാണ്. അല്ലേലിയ. ഈ പുസ്തകത്തിൽ തന്റെ ജീവിതത്തെ കുറിച്ച് യോബ് കർത്താവിനോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്രൈസലോ. ഹല്ലേലൂയ. തന്റെ ജീവിതത്തെ കുറിച്ച് യോബ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും എല്ലാം മറുപടി കിട്ടാറുമില്ല. പ്രൈസലോ. യോബിന്റെ 4 സുഹൃത്തുക്കളും പല ചോദ്യങ്ങളും യോബിനോട് ചോദിച്ചു. അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങളുടെ ജീവിതത്തിലും യോബ് കടന്നു പോകുന്നത് പോലെ അല്ലെങ്കിലും നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടതയില് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ക്രിസ്തു മുഖാന്തരം നിങ്ങൾ ഒറ്റപ്പെട്ട അനവധി ആളുകൾ നിങ്ങളെ കുഴയ്ക്കുന്ന അനവധി ചോദ്യങ്ങൾ ചോദിക്കും. അല്ലേ? അതിനൊന്നും നിങ്ങൾ മറുപടി പറയാൻ നിൽക്കണ്ട. അപ്പൊ ദൈവം പറഞ്ഞോളൂ കേട്ടോ. ഹല്ലേലൂയ. അനവധി ചോദ്യങ്ങൾ നിങ്ങളുടെ നേരെ വരുമ്പോൾ നിങ്ങൾ അതോർത്ത് ഭാരപ്പെട്ടു പോകരുത്. പലരും ചോദിക്കും, നിനക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, നിനക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, നിനക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? പലരും ചോദിക്കും. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, പാസ്റ്റർ ഒരുപാട് പ്രാർത്ഥിക്കാറില്ല, ഒരുപാട് ശുശ്രൂഷിക്കാറില്ല, പാസ്റ്റർക്ക് എന്തുകൊണ്ട്? ഞാനതൊക്കെ തള്ളിക്കളയും. കാരണം പിശാചെന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട്, പിശാചെന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പം മനുഷ്യന്റെ വാക്കിനെ വലിയ വില കൊടുക്കത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ കാര്യം. അപ്പം പലരും നിങ്ങളോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചുന്നയിക്കുമ്പോൾ ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യോബിനെ പോലെ നീ ദൈവത്തെ മുറുകെ പിടിച്ചോണം. അതുകൊണ്ട് ചോദ്യചിഹ്നങ്ങൾക്കൊന്നും നിങ്ങൾ മറുപടി പറയാൻ നിൽക്കരുത്. ഹല്ലേലൂയ. അപ്പം പല ചോദ്യങ്ങൾ നിങ്ങളുടെ നേരെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വളരെ വേദനകൾ ഉണ്ടായേക്കാം. നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ചോദ്യങ്ങൾ വന്നേക്കാം. അവിടെയൊക്കെ നമ്മൾ മൗനം പാലിച്ചോണം. വേദപുസ്തകം എന്ന് പറയുന്നത് മിണ്ടാതിൽ ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിനാണ് നമ്മൾ 46 സംഖ്യ വായിക്കുമ്പോൾ കാണുന്നത്. അല്ലേ? അപ്പം മറ്റുള്ളവരെല്ലാം നന്നായിരിക്കുന്നു, മറ്റുള്ളവരെ നല്ല നിലജീവിക്കുന്നു, നീ വിശ്വാസത്തിൽ പോയതുകൊണ്ടല്ലേ, നീ ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ടല്ലേ, നീ അവരോടൊപ്പം പോയതുകൊണ്ടല്ലേ, നീ അവരോടൊപ്പം നിന്നുകൊണ്ടല്ലേ നിനക്കതൊക്കെ വന്ന് ചോദിക്കാറുണ്ട്. അതിലൊന്നും നമ്മൾ മറുപടി പറയണ്ട. അതൊക്കെ ചോദിക്കുന്നവരുടെ വിവരമില്ലായ്മെന്ന് പറഞ്ഞാൽ മതി. പറയുന്നവരുടെ ക്രിസ്തുവിനെ അറിയുന്നത് പോലെ ബാക്കി ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് പല ചോദ്യങ്ങൾ കാണുന്നതിൽ നിങ്ങൾ ദൈവാലയം വിട്ടു പോയില്ലേ? ദേവാലയം നിങ്ങൾ വിട്ടുപോയി. പലരും ദേവാലയം വിട്ടു പോയ കാര്യം പറയാനേ. ദേവാലയം എന്ന് പറയാൻ ദേവന്റെ ആലയമാണ്. അത് വിട്ടുപോകുന്ന കുഴപ്പമൊന്നുമില്ല. കാരണം വേദപുസ്തകത്തിൽ ദേവാലയം എന്ന് പറയുന്നൊരു വാക്കില്ല, ദൈവാലയമാണ്. ദൈവാലയം എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന ആലയം, ദേവാലയം എന്ന് പറഞ്ഞാൽ ദേവൻ വസിക്കുന്ന ആലയം. അല്ല, ഞാൻ ഇതിനു മുമ്പ് പറയുന്നത്. അപ്പം പലരും ദേവൻ വസിക്കുന്ന ദേവാലയം വിട്ട് പോന്നപ്പോൾ പലരും പറയും, നീ ഞങ്ങളുടെ കൂട്ടം നീ അങ്ങോട്ട് പോയത് കൊണ്ടാണ് നിനക്ക് ഇതെല്ലാം വരുന്നത്, നീ വേണം പടങ്ങി പോകുന്നതിന്. അങ്ങനെ ചില കൊഞ്ഞനം കുത്തുന്ന വാക്കുകളൊക്കെ നിങ്ങൾക്ക് നേരെ കാണുന്നു. അതിലൊന്നും ചെവി കൊടുക്കണ്ട കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ വീണ്ടും കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, ദശാംശം കൊടുക്കുന്നു, സ്വതന്ത്ര കാഴ്ച കൊടുക്കുന്നു, പ്രവർത്തനങ്ങൾക്ക് പോകുന്നു, ശുശ്രൂഷ ചെയ്യുന്നു. എന്നിട്ടും എന്തുകൊണ്ട് എനിക്കിങ്ങനെ വരുന്നു എന്ന് മറ്റുള്ള ചോദ്യത്തിന് മുമ്പ് നിനക്കും അങ്ങനെ ചിന്തിക്കേണ്ടി വരും. അവിടെ നിങ്ങൾ ശക്തി പ്രാപിക്കണം കേട്ടോ. അപ്പം പല ചോദ്യചിഹ്നങ്ങൾ യോബിന് നേരെ വരുമ്പോൾ യോബ് അവിടെ എല്ലാം കർത്താവിനെ ആശ്രയിക്കുക.
അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, കഷ്ടതയിൽ കൂടി കടന്നുപോയ യോബ് തന്റെ സ്നേഹിതന്മാരുമായുള്ള സംവാദത്തിൽ സ്വന്തം നിഷ്കളങ്കനായി തന്നെ തന്നെ ന്യായീകരിക്കുവാൻ യോബ് ശ്രമിച്ചിട്ടുണ്ട്. അല്ലേലിയ. അപ്പം ദൈവം പാകെ നിൽക്കാൻ ഒരവസരം ലഭിച്ചാൽ തന്റെ കുറ്റമില്ലായ്മയെ തെളിയിക്കാൻ തനിക്ക് കഴിയുമെന്ന് യോബ് കരുതിയിട്ടുണ്ട്. യോബിന്റെ പുസ്തകം അല്ലേലിയ 23:3-4 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. ദൈവം പാകെ നിൽക്കാൻ അവസരം കിട്ടിയാൽ തന്റെ കുറ്റമില്ലായ്മ തെളിയിക്കും. അല്ലേലിയ. മാത്രമല്ല, സ്നേഹിതന്മാരുമായുള്ള അവന്റെ പ്രതിവാദം സമാപിച്ചപ്പോൾ യോബിന്റെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ചുഴലിക്കാറ്റിൽ ദൈവം അവന് പ്രത്യക്ഷനായി. ഹല്ലേലൂയ എന്നും യോബ് പറയുക. എന്ന് പറഞ്ഞാൽ ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുത്തത് ചുഴലിക്കാറ്റിലാണ്. അതുപോലെ യോബിന് ചുഴലിക്കാറ്റിൽ സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞുവെന്ന് യോബിനെ കുറിച്ച് പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട് എന്ന് നഹൂം 1:3 നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ദൈവം നമ്മുടെ എല്ലാ നിലയിലും സംസാരിക്കും. ഞാൻ പറയട്ടെ, ഒരുപാട് കഷ്ടതയിലൂടെ, പ്രതിസന്ധിയിലൂടെ, പ്രശ്നങ്ങളുടെ വേദനിപ്പിക്കുന്ന, മാനസികമായി തകർക്കുന്ന അനവധി സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോകാറുണ്ട്. അല്ലേലിയ. നിങ്ങൾ നോക്കുമ്പോൾ, എന്നെ നോക്കുമ്പോൾ യാതൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല, എപ്പോഴും നല്ല സന്തോഷത്തോടെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പറഞ്ഞ് നിങ്ങൾ കടന്നു പോകുന്നതിന് സമാനമായ അനവധി പ്രശ്നങ്ങളിലൂടെ ഞാനും കടന്നു പോകാറുണ്ട്. അപ്പം പല ചോദ്യചിഹ്നങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് വരാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയുള്ള ചോദ്യചിഹ്നങ്ങൾ കടന്നു വരുമ്പോൾ എന്നെ വീണ്ടെടുത്ത, എന്നെ രക്ഷിച്ച, പാപമോചനം തന്ന, എനിക്ക് കൃപ തന്ന, രക്ഷ തന്ന, നിത്യജീവൻ തന്ന, പ്രത്യാശ തന്ന, എനിക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി മാറി അവസാനത്തോടെ രക്തം വരെ തന്ന യേശുക്രിസ്തുവിനെ വിട്ട് ഞാൻ ഒരു വാക്കും പറയില്ല. കാരണം എനിക്കറിയാം കർത്താവ് നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുമെന്ന്. അപ്പം മനുഷ്യനല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്, ദൈവത്തിൽ ആശ്രയിക്കണം. യോബ് ഒരിക്കലും മനുഷ്യനിൽ ആശ്രയിക്കുന്ന വ്യക്തിയല്ലായിരുന്നു. അല്ലെങ്കിൽ 118 സങ്കീർത്തനം 8 വാക്യം പറയുന്നത്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുക നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുക നല്ലത്. അത് യോബിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനിൽ ആശ്രയിക്കാൻ പോയില്ല, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാൻ പോയില്ല. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമാണ് ഇതിനോട് ഇടപെടുന്ന തോത്. നീ കർഷകയിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, പ്രശ്നം നിങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, നീ മനുഷ്യനിൽ ആശ്രയിക്കാതെ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാതെ യോബിനെ പോലെ നീ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഇനി കാണുകയില്ലെന്ന് മോശെ ഇസ്രായേലിനകത്ത് പറഞ്ഞതുപോലെ നീ നേരിടുന്ന പ്രശ്നങ്ങളെ ദൈവം നീക്കിക്കളയും. വിശ്വസിക്കുന്നത് കരമടിച്ച് ദൈവത്തെ ശ്രദ്ധിച്ചാട്ട് ഈ പ്രഭാതത്തിൽ ഈ വചനം കേട്ടുകൊണ്ട് സ്വതാവി നീ കടന്നു പോകുന്ന നൊമ്പരങ്ങൾ, നീ കടന്നു പോകുന്ന വേദനകൾ, നീ കടന്നു പോകുന്ന ആ അവസ്ഥകളെ അറിയുന്നൊരു സ്വർഗമുണ്ട്. അല്ലെങ്കിൽ അവൻ നിന്നെ ഉപേക്ഷിച്ച് കളയുന്നവരല്ല, അവൻ നിന്നെ അനാഥനായി വിടുന്നവരല്ല. അതുകൊണ്ട് നീ യേശുവിനെ വിശ്വസിക്കണം. കടക്കണി കാണാം, സാമ്പത്തിക ഞെരുക്കം കാണാം, മക്കളെ കുറിച്ച് ഭാരം കാണാം, കുടുംബഭാരം കാണാം, ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ എല്ലാം വഴികൾ അടഞ്ഞിരിക്കുന്ന സാഹചര്യം കാണാം. വിധമായി മാരക രോഗത്തെ ശാരീരികമായി അല്ലെങ്കിൽ തകർത്തിരിക്കുന്നവരായിരിക്കാം. ജീവിതത്തിൽ പലവിധ പിരിമുറുക്കം തന്നി ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ പ്രഭാതത്തിൽ നീ പലരുടെയും മുമ്പിൽ ചോദ്യചിഹ്നങ്ങളുമായി നിൽക്കേണ്ടി വരും. എന്നാലും നീ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നീ ഒരിക്കലും തകർന്നു പോകുകയില്ല എന്ന് ദൈവം പറയുക, ദൈവാത്മാവ് പറയുക. ചുഴലിക്കാറ്റിൽ സംസാരിക്കും ദൈവം നിന്റെ അരികിലേക്ക് ഇറങ്ങി വരും. രക്തത്തെ കരപടിച്ച് ദൈവത്തെ ശ്രദ്ധിച്ചാട്ട് ഇന്ന് പകൽ കേരളത്തിനകത്ത്, ഭാരതത്തിനകത്ത്, ലോകരാജ്യങ്ങൾ വിവിധ കർഷണം സഹിക്കുന്നവരുണ്ട്. ഇപ്പം ഇസ്രായേലും ഇറാനുമായി നടക്കുന്ന യുദ്ധം നമുക്കറിയാം, അമേരിക്കയുമായി നടക്കുന്ന യുദ്ധം നമുക്കറിയാം. അതിന് ഗൾഫ് രാജ്യങ്ങളായിരിക്കുന്ന അനേകം നമ്മുടെ പ്രിയപ്പെട്ട ആശങ്കയിലാണ്. പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയൊക്കെ നമ്മളെ ഭയപ്പെടുന്ന വാർത്തകളും ഒക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നോർത്ത് നിങ്ങൾ ഭാരപ്പെട്ട് പോകരുത്. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവേ, വിദേശ രാജ്യത്ത് നിന്നെ അയച്ചത് കർത്താവാണെങ്കിൽ ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിന് നന്മയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി നിന്നെ അവിടെ കൊണ്ട് ജോലി സ്ഥാനത്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊരു പോറൽ പോലും ഇല്ല, നിന്റെ തലയിൽ ഒരു മുടി പോലും പൊഴിയാതെ സൂക്ഷിക്കാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് യുദ്ധങ്ങൾ വന്നാലും, ദുരിതങ്ങൾ വന്നാലും, യുദ്ധമുഖാന്തരം അനവധി പ്രതിസന്ധികൾ വന്നാലും നീ ആയിരിക്കുന്ന രാജ്യത്തിനകത്ത് നിന്നെ സുരക്ഷിതമായിട്ട് കാക്കുവാൻ, ആ രാജ്യത്തെ സുരക്ഷിതമായി കാക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. അപ്പം നിന്റെ പ്രതിസന്ധികളുടെ നടുവില് നീ തകർന്നു പോകരുതെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, യോബിനുണ്ടായ കഷ്ടതകളുടെ കാരണം അറിയുവാൻ അവൻ പലപ്പോഴും ആഗ്രഹിച്ചു. യോബിനുണ്ടായ കഷ്ടതകളുടെ കാരണം അറിയുവാൻ യോബ് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനുള്ള മറുപടി ഒന്നും ദൈവം അവനോട് പറഞ്ഞുമില്ല. അല്ലെങ്കിൽ നമ്മളും അങ്ങനെ ചിലപ്പോഴൊക്കെ
പലപ്പോഴും എന്നെ ഓരോ ദിവസവും ഒത്തിരി പേര് വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ ദിവസവും പറയുമല്ലോ, എനിക്ക് വളരെ സന്തോഷമാണ്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിച്ചു കഴിയും പറഞ്ഞത്, എന്താണ് പാസ്റ്റർ ഞങ്ങൾക്ക് ഇങ്ങനെ വന്നത്, ഞങ്ങൾക്ക് ഇങ്ങനെ വരാൻ കാരണം, പാസ്റ്റർക്ക് വല്ലതും കിട്ടിയോ, പാസ്റ്റർക്ക് വല്ലതും വെളിപ്പെട്ടോ എന്നൊക്കെ ചോദിക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്ന എല്ലാ കഷ്ടതകളിലും കാരണം എന്തെന്നറിയുവാൻ ഇയ്യോബ് അവൻ പല വിധത്തിലും ദൈവത്തോട് ചോദിച്ചു. പക്ഷെ ദൈവം അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന കഷ്ടതകളുടെ നടുവിലെല്ലാം നീ എല്ലാവരോടും വിളിച്ച് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ച് നീ ചോദിച്ചതിന് ഉത്തരം കണ്ടെത്താൻ നിൽക്കണ്ട. ദൈവം എല്ലാത്തിനൊന്നും മറുപടി പറയത്തില്ല. അല്ലേലിയ. കർത്താവ് എല്ലാത്തിനും മറുപടി പറയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഇരുന്ന് രാവിലെ ഫോൺ എടുത്ത് കുത്തിക്കുറിച്ചുള്ള പ്രവാചകന്മാരുടെയും എല്ലാ ഉപദേശിമാരുടെയും എല്ലാ പാസ്റ്റർമാരുടെയും എല്ലാ പുരോഹിതന്മാരുടെയും നമ്പർ വാങ്ങിയിട്ട് നിങ്ങൾ അതും ഇതും ചോദിച്ച് നിങ്ങൾ ദൈവകൃപ നഷ്ടപ്പെടണ്ട. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇയ്യോബ് എത്ര ശക്തനായിരുന്നു. ഇയ്യോബിന്റെ ചോദ്യം, നിങ്ങൾ ഇയ്യോബിന്റെ പുസ്തകം വായിക്കേ. ദൈവത്തോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം ഒന്നിനും ദൈവം മറുപടി പറയുന്നില്ല. അമ്മേനല്ലേ സ്നേഹിതന്മാർ പറഞ്ഞ്, നീ ചെയ്ത പാപം കൊണ്ടാണ്, നിന്റെ കുഴപ്പം കൊണ്ട്, നിന്റെ ജീവിതത്തിലെ ക്രമീകരണക്കുറവ്, നിന്റെ വിശുദ്ധി കുറവുകൊണ്ടാണ്, നിന്റെ കുടുംബത്തിലെ കാരണം കൊണ്ടാണ് നിനക്കിതൊക്കെ സംഭവിച്ചത് സ്നേഹിതന്മാർ പറയുമ്പോൾ പോലും ഇയ്യോബ് അല്ലേലിയ ദൈവത്തിന് താഴെയാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മറുപടി ദൈവം നമ്മോട് പറഞ്ഞു വരത്തില്ല. അപ്പൊ ഞാനും പലപ്പോഴും ചോദിച്ചിട്ട്, എന്താണ് കർത്താവ് ഇങ്ങനെ വരുന്നത്, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, മഹത്വപ്പെടും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ശുശ്രൂഷ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നതൊക്കെ എന്നോട് പലപ്പോഴും എൻ്റെ ഉള്ളിലെ ചിന്ത സാത്താൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അവസാനം ഞാൻ എന്ത് ചെയ്തു? നിരാശനായി കർത്താവിനോട് പറഞ്ഞു, മറഞ്ഞിരിക്കുന്ന ഒന്നും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരത്തില്ലെന്നാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാ, മറഞ്ഞിരിക്കുന്നതൊന്നും കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തരത്തില്ല എന്ന് ഹല്ലേലൂയ. നിങ്ങൾ ആവർത്തന പുസ്തകം 29-28 വായിച്ചാൽ കാണാൻ കഴിയും. അവിടെത്താണ് പറയുന്നത്, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ. ഇയ്യോബിന്റെ ജീവിതത്തിന്റെ കഷ്ടതകളെ കുറിച്ച് പഠിക്കുമ്പോൾ മറഞ്ഞിരിക്കുന്നവ, ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്ന സംഭവങ്ങൾ, അതിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ എന്തെന്ന് അത് ഇയ്യോബിന് ദൈവം വെളിപ്പെടുത്തുന്നില്ല. അല്ലേലിയ. അപ്പം വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിന്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്ക് നമ്മുടെ മക്കൾക്കും അല്ലേലിയ ഉള്ളതാകുന്നു. അപ്പം വെളിപ്പെടുത്തി തരുന്നത് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. അല്ലേലിയ. പലർക്കും ഈ എടുത്തിയാട്ടമാണേ. അല്ലേലിയ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കറിയാമോ, ഞാൻ ഈ ശുശ്രൂഷ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ആളുകൾ പ്രശ്നങ്ങൾ കൂടെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ നിൽക്കുന്ന അനവധി സഹോദരിമാർ സങ്കടത്തിലേക്കാണ്. എല്ലാവരും കുടുംബജീവിത പ്രശ്നങ്ങളാണ് കേട്ടോ. അല്ലേരിയ. ഏറ്റവും കൂടുതൽ കുടുംബജീവിത പ്രശ്നങ്ങളുമായി പ്രതിസന്ധിയായിട്ട് കടന്ന ക്രൈസ്തവ കുടുംബങ്ങളാണ്. കാരണം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എല്ലാം ഞാൻ ഇവിടെ പറയാൻ പറ്റത്തില്ല, അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ അറിയാമല്ലോ. പക്ഷെ നിങ്ങൾ എന്തിനാ ആത്മധൈര്യം പ്രാപിക്കണം. അല്ലൊരു യശോദം. അപ്പൊ നിങ്ങൾ ആത്മസംയമനമില്ലാത്ത മനുഷ്യൻ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്കൊരു ആത്മസംയമനം ഉണ്ടാകണം. അല്ലേലിയ. ആത്മസംയമനമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണത്തിനകത്തേക്ക് എല്ലാവരും വന്ന് കീഴുന്നേ. കാരണം എല്ലാ നായ്ക്കളും കുറുക്കന്മാരും എല്ലാം ആശ്വത്വമായതും വന്നതിനകത്ത് കയറാൻ പട്ടണം നാശമാക്കി എന്ന് പറഞ്ഞാലേ, നിങ്ങളുടെ ജീവിതത്തെ ആത്മസംയമനം വേണം. പലരും പലതും പറയും, പലതും പറഞ്ഞ് നിന്നെ ഭയപ്പെടുത്തും, പലതും പറഞ്ഞ് നിന്നെ അപമാനിക്കും, പലതും പറഞ്ഞ് നിന്നെ ഒറ്റപ്പെടുത്തും, നിന്നെ താഴ്ത്തും, പല ചോദ്യചിഹ്നങ്ങളും നിന്റെ നേരെ വരും കേട്ടോ. സഹോദരി യുവക്കന്മാരോട് പറയട്ടെ, നമുക്ക് ആശ്രയം യേശുവാ കേട്ടോ. നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ യേശുവിനറിയാം. നിനക്കൊരു കഷ്ടത വന്നിട്ടുണ്ടെങ്കിൽ, നിന്നൊരു കഷ്ടതയിലൂടെ കടത്തി വിടുന്നുണ്ടെങ്കിൽ, നീ ഒരു പരിശോധന കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെ പുറത്തു കൊണ്ടുവരും കർത്താവ് ഒരു പരീക്ഷയുടെ പോക്കുവഴി കൂടെ തരുന്നവനാണ് നമ്മുടെ ദൈവം. 1-2 നിങ്ങൾ വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പരീക്ഷയോടുകൂടി നിന്നെ തകർക്കുവല്ല, പരീക്ഷയോടുകൂടി പോക്കുവഴി കൂടെ തരുന്നവനാ. യോബിന്റെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷകൾ വന്നെങ്കിലും അതൊരു പോക്കുവഴി കൂടെ ഉണ്ടാക്കി കൊടുത്തവനാണ് ദൈവമെന്ന് യോബിനെ കുറിച്ച് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഈ ഭക്തൻ തനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഇതെല്ലാം സംഭവിക്കുന്നു എന്ന് പലപ്പോഴും ചോദിച്ചിട്ടും ദൈവം ഒരു മറുപടി പോലും പറഞ്ഞില്ല. അതുകൊണ്ട് മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടണം. അയ്യോ, ആ പാസ്റ്റർ വിളിച്ച് ആലോചന ചോദിച്ചിട്ട് ആ പാസ്റ്റർ ഒരു ആലോചന പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ആ പാസ്റ്റർ കൃപ നഷ്ടപ്പെട്ടത്. അങ്ങനെ പറയുന്ന എത്ര സൗകര്യമാരെ കാട്ടിട്ടുണ്ട്. എന്നെ വിളിച്ചു കൊടുത്ത് ആ പാസ്റ്റർക്ക് ശുശ്രൂഷ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്.
ചില സൗകര്യന്മാർ ഇങ്ങനെ രാവിലെ ഇത് ഫോൺ എടുത്ത് കുത്തി കറക്കി വിളിക്കുക. എല്ലാ പാസ്റ്റർമാരും വിളിക്കും. വിളിച്ചിട്ട് ഓരോരുത്തർ ആലോചനയാണ് ചോദിക്കുന്നത്. ചോദിച്ച് കിട്ടാതെ വരുമ്പോൾ പിന്നെ ഇങ്ങോട്ട് വിളിക്കും. പാസ്റ്റേ, ഞാൻ ആ പാസ്റ്റർ വിളിച്ചിട്ടൊന്നും പറഞ്ഞില്ല, പാസ്റ്റർ വല്ലതും കിട്ടിയോ? ദൈവം നമുക്ക് എന്തെങ്കിലും വെളിപ്പെടുത്തിയല്ലേ പറയാൻ പറ്റുള്ളൂ. യോബ് ചോദിച്ചിട്ട് പോലും പറയാത്തൊരു ദൈവമാണ്. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായി യഹോവയ്ക്കുള്ളത് അത്രേ. ദൈവം പറയാതെ എന്ത് പറയാനാ സൗകര്യമാരെ? നിന്നെ പരീക്ഷയിലൂടെ കടത്തിവിടുന്നത് നിന്നെ പ്രാർത്ഥനയിൽ ശക്തനാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പൗലോസിനെ ചോദിക്കാമായിരുന്നല്ലോ. പൗലോസിന് പറയാമായിരുന്നു. പൗലോസിന് കർത്താവിനോട് പറയാം, ഞാൻ രാജകീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക് രാജകീയ പ്രൗഢിയുണ്ട്. ഗമാലിയലിന്റെ വാദപീഠത്തിൽ ഞാൻ ദൈവവചനം പഠിച്ചവന് അഭ്യസിച്ചാണ്. അറേബ്യൻ മരുഭൂമി ഞാൻ നിനക്ക് വേണ്ടി പോയി ഇരുന്നവനാണ്. ആമേൻ. ജീവിതത്തിൽ ഒരുപാട് കഷ്ടം സഹിച്ചിട്ടുണ്ട്, ഒരുപാട് നമ്പൽപ്പെടുന്ന നിന്റെ സമയം വചനം ഞാൻ സകല ജാതികളോടും പറയുകയാണ്. എന്നിട്ട് നീ എന്നെ എന്തിനുണ്ട് ഈ ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ റോമൻ കാരാഗ്രഹത്തിലാക്കി എന്നൊക്കെ വേണമെങ്കിൽ പൗലോസിന് ചോദിക്കാം. അല്ലേ? പൗലോസ് ചോദിച്ചോ? പൗലോസ് ചോദിച്ചില്ല. അല്ലേ? ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പൗലോസ് പറയാ, ക്രിസ്തു യേശുവിന്റെ പാപം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ പൗലോസ് പറയാ, കാരണം എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം സകലത്തിനും മതിയാകുന്നു. ഹല്ലേലൂയ. അതെ, ജീവിതത്തിനകത്ത് കഷ്ടങ്ങൾ കടന്നു വരും, പ്രതിസന്ധികൾ കടന്നു വരും, വെല്ലുവിളികൾ കടന്നു വരും, ശോധനകൾ കടന്നു വരും. തീയിൽ കൂടി എന്ന പോലെ നീ കടന്നു പോകേണ്ടി വന്നാലും എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ തളരാതെ നിൽക്കണം. രക്തം ചെയ്യാം. അപ്പൊ ജീവിതത്തിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല. ജീവിതത്തിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരവില്ല. അത് ഞാൻ അനുഭവിക്കുന്ന ആളാണ്. പല ചോദ്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എല്ലാത്തിനും ഉത്തരം കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ദൈവത്തെ കുറ്റം പറയണം? ദൈവത്തെ കുറ്റം പറയാൻ പാടില്ല. ദൈവം സത്യസന്ധനാണ്, സത്യമാണ്. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും ദൈവത്തെ കുറ്റം പറയരുത്. എല്ലാ കാര്യത്തിനും ഉത്തരവില്ല. ഹൃദയത്തിൽ അവയൊന്നും നമ്മൾ അടക്കി വെക്കാനും പാടില്ല. എല്ലാ ചോദ്യങ്ങളുടെ ഹൃദയത്തിൽ അടക്കി വെക്കരുത്. അതിലേക്ക് എടുത്ത് പുറത്ത് കളയണമെന്ന്. എപ്പോഴും നമ്മുടെ ഹൃദയം നിർമ്മലമായിരിക്കണം. ഹല്ലേലൂയ. അപ്പം കാലക്രമേണ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും അത് മാഞ്ഞു പോകാൻ വേണ്ടി വെക്കാതെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരുന്ന നൊമ്പരങ്ങളെ നിങ്ങൾ അപ്പോൾ തന്നെ പുറത്ത് കളയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരമില്ലാതെ ഇരുന്നാലും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉണരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിനോട് ചോദ്യം ചോദിക്കാൻ നിൽക്കേണ്ട. അവൻ നിനക്ക് വേണ്ടി സമയത്തെല്ലാം ചെയ്യും. അതുകൊണ്ടാണ് സദൃശവാക്യം 25:11 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താഴത്തെ പൊന്നാരങ്ങ എന്ന് പറഞ്ഞ പോലെയാണ്. ഹല്ലേലൂയ. അത് തക്ക സമയത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. നീ കരഞ്ഞതിന്, കണ്ണുനീർ തൂക്കിയതിന്, നീ വിതുമ്പിയതിന്, നിന്റെ ഹൃദയം തേങ്ങിയ അനുഭവങ്ങൾ, രാത്രിയുടെ സമയങ്ങളിൽ നീ കിടക്കിയ കണ്ണുനീർ കൊണ്ട് നനച്ച ദിവസങ്ങൾ, ഹല്ലേലൂയ. അനേകരുടെ നിന്ദകൾ നീ ഏറ്റ സമയങ്ങൾ, നിന്ദിക്കപ്പെട്ട അവസരങ്ങൾ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയോ എന്ന് ചിന്തിച്ച സമയങ്ങൾ, ആമേൻ, ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും മരിച്ചേക്ക എന്ന് ചിന്തിച്ച ചില സമയങ്ങൾ, അതിനുവേണ്ടി നീ തയ്യാറെടുത്ത ചില സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള അനുഭൂതി പ്രതിസന്ധികളുടെ കടന്നു പോകുന്ന മാതാവി, ഇന്ന് പകൽ അങ്ങനെയുള്ള ചിന്തകൾ നിന്റെ മനസ്സിനകത്ത് വെച്ച് നീ ഇടം കൊടുക്കാം. അതിനെടുത്ത് നീ പുറത്തുകളാം. അല്ലേ? ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. യേശു അത്ഭുതം ചെയ്യും. അവൻ അത്ഭുതം മാത്രയാണ്. ഹല്ലേലൂയ. നിന്റെ ഏത് പ്രതിസന്ധികളെയും പരിഹരിക്കുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങൾ യോബിനെ പറഞ്ഞാൽ, യോബ് പാപം ചെയ്തിട്ടല്ല അവന്റെ 10 മക്കളും നശിച്ചു പോയത്. ആടുമാട് കന്നുകാലികളെല്ലാം നശിച്ചു പോയത് യോബ് പാപം ചെയ്തിട്ടല്ല. അവന്റെ ശരീരത്തിൽ വ്രണം പിടിച്ചു മരിക്കത്തക്ക രോഗമാണ്. അതൊന്നും യോബ് പാപം ചെയ്തിട്ടല്ല. യോബുണ്ട് ആദരം കൊണ്ട് പാപം ചെയ്തില്ലെന്ന യോബിനെ കുറിച്ച് വായിക്കുന്നത്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്ന് യോബ് ചോദിച്ചപ്പോൾ ദൈവം മറുപടി പറഞ്ഞില്ല. നമ്മളും അങ്ങനെയുള്ള കാര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർത്തോണം, ഞാൻ ഒത്തിരി പ്രയാസം കടന്നു പോകാറുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം ചോദിക്കുന്നില്ല. എന്നാ അറിയോ? കർത്താവിന് എല്ലാം ഒരു പദ്ധതി ഉണ്ടെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, എനിക്ക് ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്ക് അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഞാൻ നിങ്ങളെക്കാൾ ഒന്നും ശ്രേഷ്ഠനല്ല, നിങ്ങളെക്കാളെല്ലാം കുറഞ്ഞവനാ. ഞാൻ എന്നെക്കാൾ ശ്രേഷ്ഠൻ മറ്റുള്ളവരെ എപ്പോഴും ഉണ്ടെന്നവനാ. കാരണം എനിക്ക് ഇതിനുള്ള യോഗ്യതയൊന്നും ഇല്ലായിരുന്നു. എന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ കൃപയാ. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദ്യം ചോദിക്കത്തില്ല. അല്ലേ? ഇവിടെ ദൈവത്തിന് പറയുന്നത്, യോബ് എനിക്കൊന്നും എന്തുകൊണ്ട് ഇതെല്ലാം വന്നുള്ള ചോദ്യം ദൈവം മറുപടി പറഞ്ഞില്ല. അതിനുള്ള മറുപടി ഒന്നും ദൈവനോട് ഉച്ചരിക്കുന്നില്ല. എങ്കിലും ദൈവത്തിന്റെ സംസാരത്തിൽ യോബ് തികച്ചും സംതൃപ്തനായിരുന്നു. തന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലെങ്കിലും ദൈവികമായ ഇടപെടലുകളിൽ ദൈവമായുള്ള സമ്പർക്കത്തിൽ യോബ് സംതൃപ്തനായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന മാതാവി,
നീ എല്ലാ കാര്യത്തിലും സംതൃപ്തനായിരിക്കണം. ഒരുപക്ഷെ നിന്റെ കടക്കെണിയായിരിക്കാം, ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ടു പോയ സാഹചര്യമായിരിക്കാം, നിരാശപ്പെട്ട സാഹചര്യമായിരിക്കാം, ആരോരുമില്ല എന്ന് നിനക്ക് തോന്നിയേക്കാം. ഹല്ലേലൂയ. ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തേക്കാം. ഞാനും എൻ്റെ മക്കളും എന്ത് ചെയ്യുമെന്നൊക്കെ നീ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ അതൊന്നും ഓർത്ത് ഭാരപ്പെട്ടു പോകണ്ട. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തുവാൻ അവൻ്റെ ബലമുള്ള കൈകീഴും താണിരുന്ന് കൊടുത്താൽ മതി. ആരുടെ? യേശുവിൻ്റെ കരത്തിന് കീഴിൽ നിങ്ങൾ താണിരുന്ന് കൊടുത്താൽ തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും. 10:6 വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ യോബിന്റെ അജ്ഞതയെ ശാസിച്ചുകൊണ്ടാണ് ദൈവം ഹല്ലേലൂയ പലപ്പോഴും സംഭാഷണം യോബിന് നടത്തുന്നത്. യോബിന് ഒരുപാട് അജ്ഞതയുണ്ട്. നമുക്ക് ഉണ്ടല്ലോ ഒരുപാട് അജ്ഞതകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണല്ലോ നമ്മൾ ഈ ചോദ്യങ്ങളുമായിട്ട് നിൽക്കുന്നത്. ചോദ്യങ്ങളൊന്നും ചോദിച്ച് നമ്മുടെ കർത്താവുമായിട്ട് നമ്മൾ ഇടർച്ച ഉണ്ടാക്കണ്ട. ചിലർ കാണില്ലേ, ചോദ്യങ്ങൾ ചോദിച്ച് ഇടർച്ച ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിച്ച് ഇടർച്ച വരുത്തണ്ട. നമ്മൾ കർത്താവോട് ചേർന്നിരുന്നാൽ നമ്മുടെ ദൈവത്തിന്റെ മക്കളാണ്. അതിലെന്താ സംശയം വല്ലതുണ്ടോ? ഒരു സംശയം വേണ്ട. നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി വലിയവ ചെയ്യുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, കാലങ്ങൾ എത്ര കടന്നുപോയാലും ദൈവം നിന്നെ മറക്കുകയില്ല. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ആമേൻ, ലോകത്തിലുള്ള കല്ലറയെ കടന്ന് കർത്താവിൻ അവൻ തേജസ് പ്രാപിച്ചെങ്കിൽ, ലോകത്തിലൊരു കല്ലറയായിരുന്നല്ലോ. അരിമത്തിക്കാനായിരിക്കുന്ന യോസേഫിന്റെ ആരും വെച്ചിട്ടില്ലാത്ത പുതിയ കല്ലറയിലാണ് നമ്മുടെ കർത്താവിനെ കൊണ്ട് വെച്ചത് മരിച്ചു കഴിഞ്ഞപ്പം. ഹല്ലേലൂയ. എന്നിട്ട് അവൻ മുമ്പേ പറഞ്ഞ വാക്കുകളുണ്ട്, ഈ മന്ദിരം പൊളിച്ചാൽ 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പടയാളികൾക്ക് ഓർമ്മ വന്നപ്പം അത് അധികാരികളെ അറിയിച്ച് അധികാരികൾ പറഞ്ഞു, നിങ്ങൾ പോയി എത്രയും പെട്ടെന്ന് കല്ലറ ഉറപ്പാക്കിയോ. അവരെന്ത് ചെയ്തു? കല്ലറ ഉറപ്പാക്കി. ഹല്ലേലൂയ. കാവൽക്കൂട്ടത്തെ നിർത്തി. ഹല്ലേലൂയ. സംഭവിച്ചത് എന്താ? ലോകപ്രകാരമുള്ള കല്ലറയ്ക്കകത്ത് യേശുവിനെ ഒതുക്കാൻ ശ്രമിച്ചെങ്കിലും ആമേൻ, അവനിനി ഉയർത്തെഴുന്നേൽക്കരുത്, അവൻ ഭൂമിയിലേക്ക് വരരുത് എന്നുള്ള ചിന്തയോടുകൂടിയാണെങ്കിലും 3-ാം ദിവസം ലോകപ്രകല കല്ലറകളെ ഭേദിച്ച് പുറത്തു വന്ന തേജസ്കരിക്കപ്പെട്ട തേജസ് പ്രാപിച്ചൊരു യേശു നമുക്കുള്ളത് കൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് ഈ ലോകത്തിന് നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. കല്ലറയ്ക്ക് യേശുവിനെ ഒതുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്നെ ഒതുക്കാൻ ആർക്കും കഴിയത്തില്ല. നിന്നെ ഒതുക്കാൻ സാത്താൻ ശ്രമിക്കും. ഹല്ലേലൂയ. നിന്നെ ഒതുക്കാൻ സാത്താൻ, നിന്റെ ആളുകളൊക്കെ നിന്നെ ഒതുക്കാൻ ശ്രമിച്ചേക്കും. പക്ഷേ നിന്നെ ഒതുക്കാൻ ലോകത്തിന് കഴിയില്ല. കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങി പോയവനല്ല നമ്മുടെ കർത്താവ്. കല്ലറയെ ഭേദിച്ച് വന്നവനാണ്, ഉയർത്തെഴുന്നേറ്റവനാണ്. അതുകൊണ്ട് നിന്നെ ഒരു സ്ഥലത്ത് ഒതുക്കുവാൻ കഴിയില്ല സഹോദരി. നിന്നെ ഒതുക്കാൻ നിന്റെ സഹോദരങ്ങൾ, നിന്റെ ബന്ധുമിത്രാദികൾ ഒരുങ്ങിയേക്കാം. കേസ് കൊടുത്ത് ആമേൻ നിന്റെ മുതലുകൾ തരാതെ നിന്റെ എങ്ങനെയും തട്ടിയെടുക്കുവാൻ അവൻ നിനക്കെതിരെ പക്ഷം ചേർന്ന് എല്ലാവരും സ്വാധീനിച്ച് അവന്റെ പക്ഷത്താക്കിയേക്കാം. ഹല്ലേലൂയ. എന്നാലും നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. കാരണം നീ ദൈവഭാഗത്ത് നിഷ്കളങ്കതയോടുകൂടി നിന്ന് നീ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കുന്നെങ്കിൽ, ദൈവത്തോട് ചോദ്യം ചോദിക്കാതെ നീ ദൈവത്തിന് താണിരുന്ന് കൊടുക്കുന്നെങ്കിൽ, സമയത്ത് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ നിൽക്കണം. ഇവിടെ ദൈവത്തിന് വചനം പറയുമ്പോൾ ആമേൻ പറയുമ്പോൾ ഹല്ലേലൂയ, ഇപ്പോൾ നമ്മൾ ഒന്ന് ഈ കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ ലേഖനം 13 വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ കഴിയും. 1 കൊരിന്ത്യർ ലേഖനം 13 വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, 13-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, ഇപ്പോൾ നാം കണ്ണാടിയിൽ എന്ന പോലെ അവ്യക്തമായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഹല്ലേലൂയ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. അല്ലേ? ഇപ്പൊ നമ്മളെല്ലാം കാണുന്നത് കടമൊഴിയല്ലേ, അവ്യക്തമായിട്ടൊക്കെയാ കാണുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നമ്മളെന്നാൽ മുഖാമുഖമായി ഇതിനെല്ലാം ഒരു ദിവസം മറുപടി തരുന്ന ഒരു ദിവസം കാണുമെന്നേ എന്ന് പറഞ്ഞാൽ, ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത് ഹല്ലേലൂയ, ആദിമകാലം മുതൽ തന്നെ ദൈവം സ്വപ്നത്തിലൂടെയും പ്രത്യക്ഷതകളിലൂടെയും മനുഷ്യനോട് സംസാരിച്ചിരുന്നു. ഇപ്പോൾ അല്ലയോ ഈ പറയുന്ന കാര്യം, ഇവിടെ പറയുന്ന കാര്യം അല്ലേ, നമ്മൾ അറിയേണ്ടത് പോലെ ഒന്നും അറിഞ്ഞിട്ടില്ല. അല്ലേ? നമ്മളിപ്പോ എല്ലാം അംശമായത് അറിയുന്നത്. എന്നാൽ പൂർണ്ണമായി ഇത് വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെല്ലാം അറിയുന്നേ. അല്ലേ? അപ്പൊ നമ്മൾ അറിയേണ്ടത് മാത്രമേ ദൈവം നമ്മെ അറിയിക്കത്തുള്ളൂ. രക്തം ചെയ്യാൻ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ,
അല്ലേ ഏലിയ? ഒരിക്കലും എന്നെ ഒരു സഹോദരി വിളിച്ചു, അതിൽ നല്ല എന്നെ അങ്ങനെ വ്യക്തി ഒരുപാട് പേര് വിളിക്കാറുണ്ട് കേട്ടോ. എന്നെ ഒരുപാട് പരാതി വരും, ഭർത്താവ് മദ്യപാനിയാണ്, ഭർത്താവ് മദ്യപാനിയാണ്, കിട്ടുന്ന പൈസ മുഴുവൻ മദ്യപിക്കും, കിട്ടുന്ന പൈസ മുഴുവൻ മദ്യപിക്കും, അല്ലേലിയ? കൂട്ടുകാരുമായി ദൂർത്തടിക്കും, ഹോട്ടലിൽ കൊടുക്കും, വീട്ടിൽ ഞാനും മക്കളും പട്ടിണിയാ, ഞാനും മക്കളും ദുരിതമാണ്, മക്കൾക്ക് നല്ല ഡ്രസ്സ് എടുക്കുക, എനിക്കൊരു നല്ല ഡ്രസ്സ് എടുക്കാൻ പോലും പൈസ തരത്തില്ല, അത് ഞാൻ അത്രമാത്രം കഷ്ടപ്പെടുന്നു, എന്നെ ഒരു ജോലിക്ക് വിടത്തില്ല, ഞാൻ വല്ല വീട്ടുപണിക്കെങ്കിലും പോയി ജീവിക്കാൻ ആഗ്രഹിക്കുക, അതിനും എന്നെ വിടത്തില്ല, അഭിമാനം നോക്കി ഭർത്താവ് എന്നെ എങ്ങും ജോലിക്ക് വിടത്തില്ല. പക്ഷെ ഭർത്താവിന്റെ പണി എന്താ? മദ്യപാനമാ. എന്റെ പാസ്റ്ററെ പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് മരണം മാത്രം എന്ന് പറയുന്ന കണ്ണുനീരോട് പറയുന്ന ഒരുപാട് സഹോദരങ്ങളെ എനിക്കറിയാം കേട്ടോ. നീ വചനം കേൾക്കുന്ന സഹോദരൻ, നീ ആദ്യം ചിന്തിച്ചു നോക്കാൻ, നീ വലിയ അഭിമാനിയാണെന്ന് നീ പറയുന്നുള്ളത്. നിന്റെ ജീവിതം കള്ളിഷാപ്പിലല്ലേ, നിന്റെ ജീവിതം ബാറിലല്ലേ, നിന്റെ ജീവിതം ബീവറേജിന് മുമ്പിലല്ലേ? നീ വലിയ അഭിമാനിയായിട്ട് ഈ കള്ളും കുടിച്ച് നിന്റെ കുടുംബത്തെ അന്വേഷിക്കാതെ നീ വലിയ അഭിമാനിയാ. നിന്റെ ഭാര്യയും മക്കളും വീട്ടിൽ പട്ടിണി കിടക്കല്ലേ? ഭാര്യയും മക്കളും പട്ടിണി കിടത്തിട്ട് നീ നിന്റെ കൂട്ടുകാരെ കൂടി കണ്ട് മദ്യപിച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് അഭിമാനം പറയുന്ന നിന്നെ പോലെ ഉള്ളവനെയൊക്കെ, ഹല്ലേലൂയ, നീയാണ് ഏറ്റവും വലിയ നീചൻ, ക്രൂരൻ. സ്വന്തം ഭാര്യയും മക്കളെ അന്വേഷിക്കാത്ത കള്ളുഷാപ്പി നിന്റെ അധ്വാനം കൊണ്ട് കൊടുത്തിട്ട് വീട്ടിൽ ചെന്നിട്ട് നീ അഭിമാനം പറയുക. നിന്നെപ്പോലെ ക്രൈസ്തവനോടും പറയട്ടെ, നീ മദ്യം പെട്ട് പുറത്തു വരണം, ഹല്ലേലൂയ. നീ വലിയ അഭിമാനിയാ. നിനക്ക് എന്താ അഭിമാനിക്കുക? കള്ളു കൊണ്ട് വീട്ടിൽ വെച്ചിട്ടാണോ നീ അഭിമാനിക്കുന്നത്? നീ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്? കള്ളു കുടിച്ചിട്ടാണോ രാവിലെ പള്ളിയിലേക്ക് പോയി കുർബാനയ്ക്ക് പോകുന്നത്? കള്ളു കുടിച്ചിട്ടാണോ നീ പള്ളിയിൽ അച്ഛൻ്റെ മുമ്പിൽ ചെന്ന് കുമ്പസാരിക്കുന്നത്? ഹല്ലേലൂയ. എന്നിട്ട് നീ എന്താ അഭിമാനം പറയുന്നത്? നീക്ക് നിർത്തിവെച്ച് നിന്റെ പുരോഹിതനെ ഒപ്പിച്ച് നീ മാന്യമായി സത്യസന്ധമായി നിൽക്ക്. ആ പുരോഹിതന് സന്തോഷം ഉണ്ടാകും, നിന്റെ ജീവിതത്തിൽ പ്രശ്ന പരിഹാരം ഉണ്ടാകും. നീ ചുമ്മാ സ്വയം അഭിമാനിയായിട്ട് നീ നിൽക്കുക, കള്ളും കുപ്പിയാ വീട്ടിൽ കൂടി ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, ഇഷ്ടപ്പെട്ടില്ല കുഴപ്പമില്ല. ഞാനൊരു കത്തോലിക്കനായിരുന്നു, കള്ളായിരുന്നു ഞാൻ, അല്ലെങ്കിൽ കള്ളും വണ്ടി എന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത്. ആ പേരൊക്കെ മാറിപ്പോയി കേട്ടോ. ഇപ്പൊ എല്ലാവരും വിളിക്കുന്ന പാസ്റ്ററാണ്. നിന്നെ കുറിച്ച് നല്ല പേര് വിളിക്കാൻ നീ അവസരം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഒത്തിരി സഹോദരിമാരുടെ സങ്കടങ്ങൾ പറയാറുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നെ ഇതൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ ജീവിതം ഓർക്കുന്നത് കേട്ടോ. ഞാൻ ഒരുപാട് എൻ്റെ മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ്, വേദനിപ്പിച്ചിട്ടുള്ള. കിട്ടുന്ന മുഴുവൻ കള്ളു കുടിക്കും, വീട്ടിൽ നോക്കത്തില്ല. ഇതൊക്കെ ഞങ്ങൾ ഇന്നത്തെ സങ്കടം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ നിന്റെ ജീവിതത്തിനകത്ത് അനേക ചോദ്യചിഹ്നങ്ങൾ ഉണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. അവയെല്ലാം നീ ജയിക്കണം. ഇവിടെ അനേക വിശുദ്ധന്മാർ കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കർത്താവ്, നീ സകലവും അറിയുന്നവനാണല്ലോ, നീ സകലവും സൃഷ്ടിച്ചവനാണല്ലോ, നീ ആണല്ലോ എനിക്ക് ജന്മം തന്ന് എന്നെ ഭൂമിയിലാക്കിയത്, ഞാൻ ഇങ്ങനെ കടന്നു പോകാൻ കാരണം എന്നൊക്കെ ചോദിക്കാറില്ലേ? അല്ലേ? അതിനൊക്കെ മറുപടിയുണ്ട്. റോമാലേഖനം 8-28 വാക്യം വായിക്കും. എന്താണ് എഴുതിയിരിക്കുന്നത്? റോമാലേഖനം 8-28 വാക്യം വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. പറഞ്ഞാൽ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാകട്ടോ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, എല്ലാവർക്കും അല്ല, സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറുന്നേ, നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറും. കടക്കിന് മാറും, ഞെരുക്കം മാറും. ജോലിയില്ലാതെ നീ ഭാരപ്പെടും, ജോലി ദൈവം നിനക്ക് തരും. കുടുംബജീവിതം ചിന്ന ഭിന്നമായി കിടക്കുകയാണോ, അതിനെ ദൈവം പുതുക്കി തരും. ഹല്ലേലൂയ. സമാധാനമില്ലാത്ത വ്യക്തിയാണോ, ദൈവം മാറ്റിത്തരുമെന്നേ. നീ രോഗിയാണോ, ദൈവം നിനക്ക് സൗഖ്യം തരുമെന്ന് നീ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഞാൻ വളരെ സൗമ്യതയോടുകൂടി വലിയ ഒച്ചപ്പാടും വേഗമൊന്നും വെച്ചല്ല വചനം പറയുന്നത്, നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ ഒരുപാട് കരുണ ഞാൻ അനുഭവിക്കാറുണ്ട്. പലപ്പോഴും ശാരീരികമായ ഒരുപാട് ബലഹീനതകൾ വരാറുണ്ട്. അപ്പോഴൊക്കെ ദൈവത്തിൽ ആശ്രയിക്കും. കർത്താവ് പറയും, ഇല്ലേ, ഇതെല്ലാം ഞാൻ നിന്നെ സൗഖ്യമാക്കുമെന്ന്. സൗഖ്യമാക്കുന്നത് കർത്താവ് പറയുമ്പോൾ വളരെ സന്തോഷമാണ്. അല്ലേ? അപ്പൊ യേശുവിനെ തൊട്ടവരും അവനെ തൊട്ടവരും, അല്ലെ യേശുവിനെ തൊട്ടവരും അവൻ തൊട്ടവരും എല്ലാം സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. അല്ലേ? നമ്മളിപ്പോഴും യേശുവിനോട് കൂടെ. അപ്പം പല ചോദ്യചിഹ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ അതിനകത്തൊന്നും ഭാരപ്പെട്ടു പോകരുത്. യേശു ഒരിക്കൽ പത്രോസിനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയുമെന്ന് ഉത്തരം പറഞ്ഞു. ഒരിക്കൽ നമ്മുടെ പത്രോസിന്റെ കാല് കഴുകാനായിട്ട് യേശു ചെയ്യുന്നു. അല്ലെങ്കിൽ പത്രോസിന്റെ കാല് കഴുകാനായിട്ട് ഇരുക. അപ്പം പത്രോസ് ചോദിക്കുക, പത്രോസ് ഇങ്ങനെ ഭാഗം വായിക്കാം. യോഹന്നാൻ വിശേഷം 13-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യ. യേശു അവനോട്, ഹല്ലേലൂയ,
ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ യേശു ശിഷ്യന്മാരുമായിട്ട് ഒന്നിച്ച് ചെയ്തപ്പം യേശു ശിഷ്യന്മാരുടെ കാല് കഴുകുക. യോഹന്നാൻ 13:6 വായിക്കും കാണുന്നുണ്ട്. സ്തോത്രം. ശീമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ യേശുവിനോട്, കർത്താവേ, നീ എന്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. അപ്പൊ യേശുവിനെ ഓരോ ശിഷ്യന്മാരുടെ കാല് കഴുകുക. അങ്ങനെ ശീമോൻ പത്രോസിന്റെ ചെന്നു. അപ്പൊ ശീമോൻ പത്രോസിന് ചോദിക്കുക, നീ എന്റെ കാല് കഴുകുന്നുവോ? അല്ലേ? അപ്പോഴാണ് കർത്താവ് പറയുന്നത്, അല്ലേ, കർത്താവ് എന്താണ് പറഞ്ഞത്? അല്ലേലിയ. യേശു അവരോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും. അതേപോലെ എല്ലാം ഒന്നും നമുക്ക് അന്നേരം ഒന്നും വെളിപ്പെടണമെന്നില്ല. എല്ലാ കാര്യങ്ങളും അന്നേരം നിനക്ക് അറിയണമെന്നില്ല സഹോദരൻ. എല്ലാ കാര്യങ്ങളും നിനക്ക് അന്നേരം വെളിപ്പെടണമെന്നില്ല. നീ ദൈവത്തിനെ കാത്തിരിക്കും, പ്രാർത്ഥിക്കുക. ദൈവം നിന്നോട് അത് അറിയിക്കുന്ന സമയമുണ്ട്. അല്ലേലിയ. നമ്മൾ ദൈവത്തോട് ചേർന്ന് നമ്മൾ ദൈവത്തിന് മുമ്പിൽ മത്സരിക്കാൻ പോകണ്ട. യോബെല്ലാം കാത്തിരുന്നില്ലേ? നമ്മൾ 42 സങ്കീർത്തനം യോബിന്റെ പുസ്തകം 42 എന്താ വായിക്കുന്നത്? ആദ്യം കർത്താവേ, നീ സകലവും അറിയുന്നു, ഒന്നും നിനക്ക് മറഞ്ഞിരിക്കുന്നില്ല, നിനക്ക് ഒരു കാര്യം അസാധ്യമല്ല. അല്ലേലിയ. കണ്ടോ, നമ്മുടെ യോബിന്റെ വാക്കുകൾ കേട്ടില്ലേ? നമ്മൾ അങ്ങനെ ശോധനയുടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഭാരപ്പെട്ടു പോകരുത്. ഹൃദയം കൊണ്ട് നീ ദൈവത്തോട് പാപം ചെയ്യരുത്. അല്ലേലൂയ. ഹൃദയം കൊണ്ട് പാപം ചെയ്യാതെ ദൈവത്തോട് ചേർന്നിരിക്കണം. അപ്പൊ യേശു ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു. ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാൻ തക്കോണം കർത്താവ് അതിനെ പ്രേരിപ്പിച്ച വിഷയം എന്തായിരിക്കും? താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിൽ പോകുന്നു എന്ന് ശിഷ്യന്മാർക്ക് ബോധ്യപ്പെടുത്തണം. യേശു ലോകം വിട്ട് പിതാവിന്റെ അരികെ പോകുന്നു. അല്ലെങ്കിൽ ശിഷ്യന്മാർ പിന്നെയും ഈ ലോകത്തിൽ ജീവിക്കേണ്ടവരാണ്. യേശു പോയാലും ശിഷ്യന്മാർ ഈ ലോകത്തിൽ ജീവിക്കേണ്ടവരാണ്. അശുദ്ധമായ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ എങ്ങനെ സ്തോത്രം നിർമ്മലമായി ഇരിക്കാൻ കഴിയുമെന്നാണ് യേശു നമ്മൾ പറയുന്നത്. യേശു പറയാൻ, ഞാൻ ഈ ലോകം വിട്ട് കർത്താവിന്റെ അരികെ പോകും, പിതാവിന്റെ അരികെ പോകും, പിന്നെ നിങ്ങളിവിടെ തനിച്ചാകും. ഈ ലോകം അശുദ്ധമാണ്. അശുദ്ധമായ ലോകത്ത് നിങ്ങൾ നിർമ്മലമായിരിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ അശുദ്ധമായ ലോകത്തിൽ നീ നിർമ്മലമായി ഇരിക്കണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുക. ഈ ലോകം അശുദ്ധമാ, സാത്താന്റെ കയ്യിലാ. സാത്താന്റെ ശക്തികൾ ലോകത്തെ അടക്കി ഭരിക്കുക. സാത്താൻ ഈ ലോകത്തിന്റെ അധിപതിയായി വാഴുക. ഈ ലോകത്തിന്റെ പ്രഭു എന്ന് പറയുന്നത് സാത്താനാ. ഈ ലോകത്തിന്റെ പ്രഭു എന്ന് ബൈബിൾ പറയുന്നത് സാത്താനെയാ കേട്ടോ, അല്ലെങ്കിൽ പിശാചിനെയാ. യോഹന്നാന്റെ ലേഖനം 5-19 വാക്യം വായിക്കാൻ കാണുന്നുണ്ട്. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ സാത്താന്റെ കീഴിൽ കിടക്കുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അഥവാ ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ അധീനതയിൽ കിടക്കുന്നു. അതുകൊണ്ട് ഈ ലോകം ദുഷ്ടലോകമാ, അശുദ്ധമായ ലോകമാ. ഇവിടെ നീ എങ്ങനെ നിർമ്മലമായി ജീവിക്കണമെന്ന് യേശു നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരുടെ കാലുകളൊക്കെ കഴുകുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവവചനം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുമ്പോൾ മുഴുവൻ ശുദ്ധീകരിക്കപ്പെടുന്നവനാണെങ്കിലും ദൈനംദിന ജീവിതത്തിൽ പാപം മൂലം അശുദ്ധമായി തീരുവാൻ സാധ്യതകളുണ്ട്. നമ്മള് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച് അവന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നവരാണെങ്കിലും ഈ അശുദ്ധമായ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ലോകത്തിൽ പാപം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് കർത്താവ് പറയുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദിവസം തോറും നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. ദിവസം തോറും നിങ്ങൾ ഇതിനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഈ സാദൃശ്യമാണ് യേശു ശിഷ്യന്മാരുടെ കാല് കഴുകി പഠിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഇത് അശുദ്ധമായ ലോകമാ. ഹല്ലേലൂയ. യോബിന്റെ കാലഘട്ടത്തിൽ അത് തന്നെയായിരുന്നു. അശുദ്ധമായ ലോകത്തിൽ യോബ് നിഷ്കളങ്കനായി നിർമ്മലനായി ജീവിച്ചു. പക്ഷേ തന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പോൾ പല ചോദ്യചിഹ്നങ്ങളും ദൈവത്തോട് യോബ് ചോദിച്ചെങ്കിലും ഒന്നിനും മറുപടി പറഞ്ഞില്ല. എങ്കിലും ദൈവത്തിന്റെ വാക്കുകൾ യോബ് സംതൃപ്തനായിരുന്നു. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, അശുദ്ധമായ ലോകത്തിൽ പലപ്പോഴും നീ ഒറ്റപ്പെട്ടു പോയേക്കാം, നിന്ദിക്കപ്പെട്ടു പോയേക്കാം, നീ പലപ്പോഴും വേദനിക്കപ്പെട്ടു പോയേക്കാം. അതിന്റെ നടുവിൽ നീ ഒറ്റപ്പെട്ടു പോകുന്നുവെന്ന് തോന്നുമ്പോൾ നീ അശുദ്ധമായി മാറാതെ, അശുദ്ധമായ ചിന്തകൾ വരാതെ, അശുദ്ധമായ പാതയിലേക്ക് നീ പോകാതെ, അശുദ്ധമായി നീ നോക്കാതെ, അശുദ്ധമായി നീ കേൾക്കാതെ, അശുദ്ധമായതോടൊപ്പം ചേർന്ന് നീ സംസാരിക്കാൻ ഇടയാകാതെ
നീ ദൈവസേന മുഴകാലും മടക്കിയിരുന്ന കർത്താവോട് പ്രാർത്ഥിക്കുക. അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി ചുഴലിക്കാറ്റ് ഇറങ്ങി വന്ന് നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം നിന്നോട് സംസാരിക്കുക തന്നെ ചെയ്യും. അതല്ലേ യോബ് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മുടെ പണം നിങ്ങൾ സൂക്ഷിക്കും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 100-ന്റെയോ 500-ന്റെയോ ഒക്കെ നോട്ട് നിങ്ങളുടെ പേഴ്സിനകത്ത് വളരെ സൂക്ഷ്മതയോടെ നിങ്ങൾ സൂക്ഷിക്കുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. നിങ്ങളുടെ ജീവിതത്തെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് ജീവിക്കുമ്പോൾ, ആമേൻ, കുടുംബമായി മക്കളോട് ജീവിക്കുമ്പോൾ, ആമേൻ, നിങ്ങളെ സൂക്ഷിക്കുവാനുള്ള ചുമതല ദൈവം നിങ്ങൾക്കാണ് തരുന്നത്. മറ്റുള്ളവർ സൂക്ഷിച്ച് നമ്മൾ സൂക്ഷിക്കപ്പെടത്തില്ല. കാരണം പിശാച് ഓരോരുത്തരും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അവർ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് അശുദ്ധമായ ലോകമാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ചില കാര്യങ്ങളെ ദൈവം നമുക്ക് മറച്ചു വെക്കും. ചില കാര്യങ്ങളെ ദൈവം നമുക്ക് മറച്ചു വെക്കും, രഹസ്യമായി വെക്കും. ചില കാര്യങ്ങളെ ദൈവം മുദ്രയിട്ട് വെക്കും. ഹല്ലേലൂയ. ചിലതൊക്കെ മറച്ചു വെക്കും, ചിലതൊക്കെ നമുക്ക് രഹസ്യമായിരിക്കും, ചിലതിനെയൊക്കെ ദൈവം എന്ത് ചെയ്യും? മുദ്രയിട്ട് വെക്കും. ചില കാര്യങ്ങൾ മുദ്രയിട്ട് വെക്കും. മുദ്ര ദൈവം ഇട്ട് വെച്ചാൽ പിന്നെ തുറക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണും, നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. ആമേൻ. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. അപ്പൊ ചിലതൊക്കെ ദൈവം മുദ്രയിട്ട് വെക്കും, ചിലർ രഹസ്യമാണ്, ചിലർ മറഞ്ഞിരിക്കുന്ന. അത് ദാനിയേലിൽ കൂടെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തോട് ചേർന്നിരിക്കുക. അപ്പൊ കാലഘട്ടത്തിന്റെ അവസാനം 4-ാം ഭാഗ്യത്തിൽ പുസ്തകം മുദ്രയിടുവാൻ ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. ആവശ്യപ്പെടും. പുസ്തകം എഴുതിയ കാലം മുതൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്ന കാലം വരെ പറഞ്ഞ കാര്യങ്ങൾ രഹസ്യമായിരിക്കേണ്ടതിനാണ് മുദ്രയിടാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലേ? അപ്പം ദൈവം നിന്നോട് ദൂത് പറഞ്ഞാൽ, ദൈവം നിന്നോട് ആലോചന പറഞ്ഞാൽ, ആ പറഞ്ഞ ആലോചനയുടെ ആ ദിവസം തൊട്ട് അത് യാഥാർത്ഥ്യമാകുന്നിടം വരെയും ആ വിഷയത്തെ നീ മുദ്രയിടണം. നിന്റെ ഹൃദയത്തിൽ മുദ്രയിട്ട് വെക്കണം. അല്ലേ? പുസ്തകം മുദ്രയിട്ട് വെച്ച് നീ മുദ്രയിട്ട് വെക്കണം. അത് നീ പറഞ്ഞ് കൊട്ടിഘോഷിച്ചതിന് മറുപടി കിട്ടിയില്ലല്ലോ, ദൈവം അങ്ങനെ പറഞ്ഞിട്ട് ദൈവം പ്രവർത്തിക്കാത്തനാണോ എന്നൊക്കെ നീ പറഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി കേട്ടതിനെ നമ്മുടെ ഹൃദയത്തിൽ മുദ്രയിടണം. നീ മുദ്രയിട്ട് സൂക്ഷിക്കണം. ഹല്ലേലൂയ. അപ്പോഴാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ മുദ്രയിടുക. വെളിപ്പാട് പുസ്തകം 6-ന്റെ കുഞ്ഞാട് മുദ്രകൾ തുറക്കുന്നു. വെളിപ്പാട് 22:18 യോഹന്നാനുടെ പ്രവചനങ്ങൾ ഇടേണ്ടതല്ല എന്ന് പറയുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മളോട് എല്ലാം ഒന്നും ദൈവം അറിയിക്കത്തില്ല. ഹല്ലേലൂയ. എല്ലാം ഒന്നും ദൈവം നിന്നോട് പറയത്തില്ല കേട്ടോ. ഞാൻ ഈ ദൈവത്തെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ദൈവം പറയത്തില്ല. ചിലത് ദൈവം മറച്ചു വെക്കും, ചിലത് രഹസ്യമാണ്, ചില മുദ്രയിട്ട് വെക്കും. എനിക്കെല്ലാം അറിയാമെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ സുവിശേഷം അറിയിക്കും ചില വീടുകളിൽ ചെല്ലുമ്പോൾ, ഞങ്ങൾക്കെല്ലാം അറിയാവുന്നേ, ഞങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങളുടെ സഹായമൊന്നും വേണ്ട, ഞങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങൾക്കൊന്നും അറിയത്തില്ല സഹോദരങ്ങളെ. എന്തോ അറിയാമെന്നാ പറയുന്നത്. ഞാൻ ഡെയിലിയ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ, അല്ലാതെ നമുക്കൊന്നും അറിയത്തില്ല. ദൈവം മറച്ചു വെച്ചിരിക്കുന്നത്, അത് രഹസ്യമായി വെച്ചിരിക്കുന്നത്, മുദ്രയിട്ടിരിക്കുന്നത് നമ്മളോട് അറിയിക്കത്തില്ല. മുദ്രയിട്ടിരിക്കുന്ന ആ മുദ്രയിടാൻ കാരണം പറഞ്ഞ ദിവസം തൊട്ടത് യാഥാർത്ഥ്യമാകുന്ന വരെ ദൈവം മുദ്രയിട്ട് പോകും. യാഥാർത്ഥ്യമാകുമ്പോഴേ നിനക്കത് ബോധ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നാം ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ എന്നാൽ പുതിയ നിയമത്തിൽ യോഹന്നാനോട് അവസാന കാലത്തേക്കുള്ള രഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ വചനം മുദ്രയിടരുതെന്നാണ്. അത് അരിയിലൂടെ ഒരു മുദ്രയിടാൻ. എന്നാൽ വെളിപ്പാട് പുസ്തകം 22:10 എന്താന്ന് പറയുന്നത്, ഈ കാലഘട്ടത്തിലുള്ള മുദ്രയിടരുത്. ഹല്ലേലൂയ. മുദ്രയെഴുതി വെളിപ്പാട് പുസ്തകം എന്നുള്ള ശ്രേഷ്ഠമായ കാര്യങ്ങളെയൊക്കെ ദൈവം നിനക്ക് വെളിപ്പെടുത്താൻ ശക്തനാണ്. നിന്റെ പ്രാർത്ഥനയുടെ സകല വിഷയത്തിലും ദൈവം മറുപടി തരാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. അപ്പം നമ്മുടെ നോട്ടം വളരെ കുറുകിയതായിരുന്നാലും കഴിഞ്ഞ കാലം മാത്രമേ നാം അറിയുന്നുള്ളൂ. നമ്മുടെ നോട്ടം വളരെ ചെറുതാണെങ്കിലും കഴിഞ്ഞ കാലം മാത്രമേ അറിയൂ. എന്നാൽ കർത്താവിന്റെ നോട്ടം ദീർഘവീക്ഷണമാണ്. നമ്മുടെ നോട്ടമൊക്കെ ചെറിയതാണ്. ഹല്ലേലൂയ. ചെറിയ കാലത്തേക്കാണ്. എന്നാൽ കർത്താവിന് നമ്മളെ കുറിച്ചുള്ള നോട്ടം എല്ലാം ദീർഘവീക്ഷണമുള്ളതാണ്. അല്ലെങ്കിൽ വരുവാൻ പോകുന്ന കാലങ്ങളെ കർത്താവാണ് അറിയുന്നത്.
എന്നെ കേൾക്കുന്ന സഹോദരൻ, നിനക്ക് വരുവാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ദീർഘവീക്ഷണമുള്ളവനാണ് നമ്മുടെ ദൈവം. നിനക്ക് വരുവാൻ പോകുന്ന സാഹചര്യങ്ങളെ, നിനക്ക് വരുവാൻ പോകുന്ന നന്മകളെ, നിനക്ക് വരുവാൻ പോകുന്ന അനുഗ്രഹങ്ങളെ, നിനക്ക് വരുവാൻ നിന്റെ കുടുംബത്തിന്റെ ഉയർച്ചകളെ, നിന്റെ തലമുറയുടെ ഭാവിയെ, നിനക്ക് നഷ്ടമായ കാര്യങ്ങളെ കുറിച്ചെല്ലാം ദൈവത്തിന് ദീർഘവീക്ഷണമുള്ളവനാ. അത് ദൈവം ഒരുപക്ഷെ മുദ്രയിട്ട് വെച്ചിരിക്കുകയായിരിക്കും. ഹല്ലേലൂയ. അത് രഹസ്യമായിരിക്കും, നിനക്ക് മറഞ്ഞിരിക്കുന്നതായിരിക്കും. എന്നാൽ ദീർഘവീക്ഷണമുള്ള കർത്താവ് നിന്റെ ജീവിതത്തിലെല്ലാം നിറവേറാൻ പോവുക. കരപിടിച്ച ദൈവത്തിൽ സ്തുതിച്ചാട്ട്. ചിലരുടെയൊക്കെ ദൈവാത്മാവ് ശക്തമായി ദൂത് പറയുക. ശക്തമായി ദൈവാത്മാവ് ദൂത് പറയുന്നത്, ദീർഘവീക്ഷണമുള്ള കർത്താവ് നിനക്ക് ചിലതൊക്കെ വെളിപ്പെടുത്താൻ പോവുക. നിനക്ക് മറഞ്ഞിരുന്നതും രഹസ്യം നിനക്ക് മുദ്രയിട്ട് വെച്ചിരുന്നതുമായ ചില കാര്യങ്ങളെ ദൈവം നിനക്ക് വെളിപ്പെടുത്താൻ പോവുക. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് പറഞ്ഞ നിത്യതയിൽ നിന്നും ദീർഘവീക്ഷണത്തോടുകൂടി നമുക്ക് നിത്യതയെ കുറിച്ച് നമുക്ക് ദീർഘവീക്ഷണം ഉണ്ടായിരിക്കണം. നിത്യതയെക്കുറിച്ച് ദീർഘവീക്ഷണം. കർത്താവ് സകലവും ഹല്ലേലൂയ നിങ്ങൾക്ക് നന്മയ്ക്കായി ചെയ്യുന്നു. അവൻ സകലത്തിനും സമാപ്തി വരുത്തുന്നവരുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ തകർന്നു പോകരുത്. ദൈവം എല്ലാം നന്നായിട്ട് അതിന്റെ സമയത്ത് ചെയ്യും. പ്രൈസലോ. ഒരുപക്ഷെ നമ്മളങ്ങോട്ട് പ്രാർത്ഥിച്ച ഉടനെ മറുപടി കിട്ടണമെന്നില്ല. വെയിറ്റ് ചെയ്യുന്നേ. കർത്താവ് പറഞ്ഞ എല്ലാം വെയിറ്റ് ചെയ്യാനാ. നിന്റെ മനസ്സ് പതറിപ്പോകാതെ, നിന്റെ മനസ്സ് മാറിപ്പോ നീ വെയിറ്റ് ചെയ്യുന്നെങ്കിൽ നീ അത്ഭുതം ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എന്താണ് വായിച്ച വചനം? യോബിന്റെ ബന്ധത്തിലാണ്. യോബിന്റെ പുസ്തകം 38:3 നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക. നീ തളരരുത്. അതുകൊണ്ടാണ് അരമുറുക്കിക്കൊള്ളുക. ഞാൻ നിന്നോട് ചോദിക്കും, ഹല്ലേലൂയ, എന്നോട് ഉത്തരം പറയുക. ഹല്ലേലൂയ. അത് കണ്ണുകൾ അടച്ചാട്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവം ചില നന്മകളെ, ചില അനുഗ്രഹങ്ങളെ നിനക്ക് നൽകാൻ പോവുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെടാൻ നല്ല സമയത്തിന് യോബിന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളും പ്രയാസങ്ങളും കടന്നു വന്നപ്പോൾ പല ചോദ്യചിഹ്നങ്ങളും ദൈവത്തോട് യോബ് ചോദിച്ചു ഒന്നും മറുപടി പറയാതെ ചിലതൊക്കെ ദൈവം മറച്ചു വെച്ച്, പലത് രഹസ്യമായി, ചിലത് മുദ്രയിട്ടതുപോലെ. എന്നാൽ സമയമായപ്പോൾ അതെല്ലാം വെളിപ്പെടുത്തി ദീർഘവീക്ഷണമുള്ള കർത്താവ് യോബിന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തതുപോലെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സൗരന്മാർ ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾ, അപമാനവൃത്തം ജനത്തെ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുട്ടിലോട്ട് ഓട്ടാഴ്ച പാർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് എടുത്ത കരങ്ങളിലേക്ക് എത്തിച്ച് ദൈവമക്കളെ, ദൈവദാസന്മാരെ, കഷ്ടതയുടെ കടന്നു പോകുന്ന അനേക കുടുംബങ്ങളുണ്ട്. പ്രതിസന്ധികൾ അനുഭവി, രോഗം, പാപം, ശാപം, കടങ്ങൾ, ബാധ്യതകൾ, കെണികൾ, അങ്ങനെ വിവിധമായ ബന്ധനങ്ങളുടെ കടന്നു പോകുന്ന അനവധി ആളുകൾ കണ്ണുനീരിന് നല്ലൊരു മരണത്തെ മാത്രം മുഖാമുഖം കണ്ട് ജീവിതത്തിന്റെ ഒരു മറുപടി ഇല്ലാതെ, ഒരു ദൈവശബ്ദം കേൾക്കാൻ കഴിയാതെ ഭാരപ്പെട്ട് ദൈവത്തെ പോലും അവിശ്വസിക്കുന്ന അനവധി ആളുകൾ ഞങ്ങളുടെ മധ്യമുള്ളപ്പോൾ കർത്താവ് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദീർഘവീക്ഷണമുള്ള കർത്താവ് ഈ ജനത്തിന്റെ സകല വിഷയങ്ങൾ പരിഹാരം നൽകിയുടെ മാനിച്ചനുഗ്രഹിക്കണമേ. അവർ കടന്നു പോകുന്ന തീച്ചുകളുടെ അനുഭവങ്ങളുണ്ട്. അതിന്റെ നടിയിൽ അവരെ പുറത്തെടുത്ത് കർത്താവേ അവർക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യണമേ. ഈ യോബ് വളരെ പ്രതിസന്ധിയുടെ കടന്നുപോയി പിന്നത്തേതില്ലേ. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി യഹോവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയതുപോലെ കർത്താവേ ഇന്ന് പകൽ സകല കഷ്ടതയുടെ പ്രയാസം കടന്നുപോയ അനേക സഹോദരങ്ങളുണ്ട്. ശൈശോദ്യം ബാല്യം കൗമാരി യുവനത്തെ വാർത്തയ്ക്ക് നിരാനപ്പെടുത്തരും അച്ഛൻ്റെ യാച ഓർഫിന്റെ ചോട്ടൽ തടവറയിലായിരിക്കുന്ന സകല ജനത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ചോദ്യജനങ്ങളുമായി ഞങ്ങൾ ദൈവത്തിനെ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാതിരുമ്പോൾ പലപ്പോഴും ഹൃദയം തകർന്നു പോകുന്ന അനുഭവങ്ങൾ ആ സ്ഥിതിയിലേക്കും പോകാതെ, സാത്താൻ ഇടം കൊടുക്കാതെ, വിശാന്തി ഇടം കൊടുക്കാതെ കർത്താവേ ഞങ്ങളുടെ ദൈവമക്കൾ വളരെ സഹിഷ്ണുത ദൈവത്തിനെ കാത്തിരിക്കുവാൻ ഹല്ലേലൂയ ദൈവമക്കളെ ഒരുക്കണമേ. എല്ലാ ജനത്തെ ഒരുക്കണമേ. ലോകരാജ്യങ്ങളോട് പ്രാർത്ഥന സമാധാനമില്ല, സന്തോഷമില്ലാതെ യുദ്ധങ്ങളുടെ കൊടുമ്പിരിയിൽ കടന്നു പോവുകയാണ്. ഇസ്രായേലിന് വേണ്ടി, അമേരിക്കയ്ക്ക് വേണ്ടി, ഇറാന് വേണ്ടി, ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി, മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി, ബ്രിട്ടന് വേണ്ടി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ആയുധങ്ങളെല്ലാം താഴ്ത്തിവെച്ച് മാത്രം ജനം കടന്ന് പരസ്പരം സ്നേഹിപ്പാൻ രാജ്യങ്ങളെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രതലവന്മാരെ ഒരുക്കണമേ. വിവിധ രാജ്യങ്ങളിലായിരിക്കേണ്ട ദൈവമക്കൾ, ദൈവദാസന്മാർ, വിവിധ രാജ്യങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും മാനസിക വളരെ ഭാരത്തിലാണ്. എന്നാൽ അതിനൊരു പരിഹാരം കൊടുക്കണം. ഞാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യുദ്ധത്തിന്റെ സമാപ്തി വരട്ടെ, അവരുടെ അർത്ഥി വരട്ടെ. ജനം പഴയതുപോലെ, രാജ്യങ്ങൾ പഴയതുപോലെ സ്നേഹത്താൽ ഒന്നിക്കുവാൻ ജനത്തെ ഒരുക്കണമേ. അധികാരികൾ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. സകല മുഖത്ത് ഒരുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.